ടിയാൻ വേഗം വണ്ടി ഓടിച്ചു പോവുകയും നടുവിരൽ ഉയർത്തി കാണിക്കുകയും ചെയ്തു. അപ്പോൾ പുറകിൽ ശ്രദ്ധിച്ചപ്പോഴാണ് പുറകുവശത്തെ നമ്പർ പ്ലേറ്റ് എന്തോ കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നതായിട്ട് കണ്ടത്. വാഹന പരിശോധനയ്ക്കിടെ യുവതിയും യുവാവും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ അശ്ലീല ആംഗ്യം കാണിച്ച് കടന്നു കളഞ്ഞതായി പരാതി. അടൂർ കായംകുളം റൂട്ടിൽ 10-ാം മൈലിൽ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. പത്തനംതിട്ട മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ടീം 10-ാം മൈലിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് മുൻഭാഗത്ത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു ബൈക്ക് വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു യുവതിയും യുവാവുമാണ് ആ വാഹനത്തിൽ യാത്ര ചെയ്തത്. സ്വാഭാവികമായും ഉദ്യോഗസ്ഥർ കൈകാണിക്കുന്നു. പക്ഷേ ഈ ബൈക്ക് നിർത്താതെ കടന്നു പോവുകയായിരുന്നു. അമിത വേഗതയിൽ ഈ വാഹനം കടന്നു പോകുന്നതിനിടയിൽ ബൈക്ക് ഓടിച്ചിരുന്ന യുവാവ് കൈ ഉയർത്തി ഉദ്യോഗസ്ഥരെ അശ്ലീല ആംഗ്യം കാണിച്ച് കടന്നു കളയുകയായിരുന്നു. പിന്നീടാണ് ഉദ്യോഗസ്ഥർ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത്. ഈ ബൈക്കിന്റെ പിൻഭാഗത്തെ നമ്പർ പ്ലേറ്റും മറച്ചു വെച്ച അവസ്ഥയിലായിരുന്നു. ഈ വാഹനം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ പത്തനംതിട്ട എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ. എന്തെങ്കിലും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച വാഹനമാകാം ഇത് എന്നുള്ളതാണ് അനുമാനം. അതല്ലെങ്കിൽ ഇപ്പോഴും കുറ്റകൃത്യത്തിന് ഉപയോഗിക്കുന്ന വാഹനമാകാം. അത്തരം ആളുകളായിരിക്കാം ആ വാഹനത്തിൽ യാത്ര ചെയ്തതെന്നുള്ളതാണ് അനുമാനം. എന്താണെങ്കിലും ഇവരെ കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ്. ഈ യുവതിയെയും യുവാവിനെയും കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുന്നവർ മോട്ടോർ വാഹന വകുപ്പിന്റെ പത്തനംതിട്ട എൻഫോഴ്സ്മെന്റ് ടീമിനെ ബന്ധപ്പെടേണ്ടതാണ്. ഈ വാഹനത്തിന് മുൻഭാഗത്തും പിൻഭാഗത്തും നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇവരെ ആരാണ് എന്നുള്ളത് കണ്ടെത്തി ഇവരെ പിടികൂടാൻ സാധിക്കുകയുള്ളൂ. ഇവരെ കണ്ടെത്താനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ്. റൂട്ടീൻ റോഡ് സേഫ്റ്റി ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് അടൂർ കായംകുളം റൂട്ടിൽ 10-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വാഹന പരിശോധന നടത്തി വരികയായിരുന്നു. ഞങ്ങളുടെ ടീമിൽ MV ആയ ഷമീർ സാറ്, AME-മാരായ അരുൺ സുലൈമാൻ, വിനീത് എന്നിവരുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു 2 വീലറിൽ പുറകിലിരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നു. ഓടിച്ചുകൊണ്ട് വരുന്ന ആൾ സിക്സാഗ് മാനറിൽ ചെക്കിംഗ് പോയിന്റിലേക്ക് വരുന്ന കണ്ടിട്ടാണ്. മുൻപിൽ നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു. ഞങ്ങൾ കൈ കാണിക്കുകയും ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്തു. ഈ സമയത്ത് ടിയാൻ വേഗം വണ്ടി ഓടിച്ചു പോവുകയും നടുവിരൽ ഉയർത്തി കാണിക്കുകയും ചെയ്തു. അപ്പോൾ പുറകിൽ ശ്രദ്ധിച്ചപ്പോഴാണ് പുറകുവശത്തെ നമ്പർ പ്ലേറ്റ് എന്തോ കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ മറച്ചു വെച്ചുകൊണ്ട് 2 വീലറിൽ യാത്ര ചെയ്യുന്നത് എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടാനുള്ള പ്രേരണയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ നമ്പർ പ്ലേറ്റ് ഇല്ലെന്നുള്ള ധൈര്യത്തിലാണ് ഇത്തരത്തിൽ നടുവിരൽ ഉയർത്തി കാണിച്ച് പുള്ളിക്കാരൻ കടന്നു പോയിട്ടുള്ളത്. പക്ഷേ ഇങ്ങനത്തെ കുറ്റകൃത്യം ചെയ്യുന്നവരെ കണ്ടെത്തുന്നതിന് സോഷ്യൽ മീഡിയയ്ക്ക് നല്ലൊരു പങ്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ഫേസ്ബുക്ക് പേജായ പ്രജു വള്ളികുന്നം എന്ന പേജിൽ ഞാൻ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. ഈ ഓടിച്ച ആളെ കണ്ടെത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഇട്ടത്. ഇവരെ കണ്ടെത്തുന്ന ആൾക്കാർ ആ ഒരു ഇൻഫർമേഷൻ തന്ന് ഇത്തരത്തിൽ നമ്പർ പ്ലേറ്റ് മറിച്ച് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിന് ഇടയാകുന്നതായതുകൊണ്ട് അതിനെ കണ്ടെത്തുവാനുള്ള സഹായം പൊതുജനങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യത്തിന് ഉപയോഗിക്കുന്ന വാഹനമായിരിക്കാം ഇത് എന്നുള്ളതാണ് അനുമാനം. അതുകൊണ്ട് തന്നെയാണ് മുൻഭാഗത്തെ നമ്പർ പ്ലേറ്റ് ഇല്ലാതെയും പിൻഭാഗത്തെ നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ചുകൊണ്ടും ഇവർ യാത്ര നടത്തുന്നത്. ഇവരെ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ പത്തനംതിട്ട എൻഫോഴ്സ്മെന്റ് ടീം അതിനുള്ള തീവ്ര പരിശ്രമത്തിലാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന യുവതിയെയോ യുവാവിനെയോ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുന്നവർ പത്തനംതിട്ട മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിനെ ബന്ധപ്പെടേണ്ടതാണ്. അടൂർ കായംകുളം റൂട്ടിൽ 10-ാം മൈലിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായത്. പത്തനംതിട്ട എൻഫോഴ്സ്മെന്റ് ടീം വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ ബൈക്കിലെത്തിയ യുവതിയും യുവാവും അശ്ലീല ആംഗ്യം കാണിച്ചതിന് ശേഷം വാഹനം നിർത്താതെ കടന്നു കളയുകയായിരുന്നു. വാഹനത്തിന്റെ മുൻഭാഗത്ത് നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല, പിൻഭാഗത്തെ നമ്പർ പ്ലേറ്റ് മറച്ചുവെച്ച അവസ്ഥയിലുമായിരുന്നു. അപ്പോൾ എന്ത് കുറ്റകൃത്യത്തിന് ഉപയോഗിക്കുന്ന വാഹനമാണ് ഇതെന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ വാർത്ത കാണുന്ന ആളുകൾ ഇത് പരമാവധി ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഇവരെ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യേണ്ടതാണ്. പത്തനംതിട്ടയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.